മസിനഗുഡി എന്ന വനഗ്രാമത്തിലൂടെ ഡ്രൈവ്. നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഒരു വൈൽഡ് ലൈഫ് സഫാരി നടത്തണോ? നീലഗിരിയുടെ മടിത്തട്ടിലെ മനോഹരമായ വനഗ്രാമമായ മസിനഗുഡിയിലേക്ക് ഡ്രൈവ് ചെയ്യാം. ഊട്ടിയിലേക്കുള്ള വഴിയിലെ ഇടത്താവളം മാത്രമല്ല മസിനഗുഡി. ഇന്ന് അത് ലോകോത്തരമായ വനയാത്രാ ഡെസ്റ്റിനേഷൻ കൂടിയാണ്. നിലമ്പൂരിൽ നിന്ന് പശ്ചിമഘട്ടം കടന്ന് കയറി ചെന്ന് ഗൂഡല്ലൂരിന്റെ തണുപ്പറിഞ്ഞ് മൈസൂരു ഭാഗത്തേക്ക് കാട് കയറാം. മുതുമല കടുവാ സങ്കേതത്തിലൂടെയാണ് ഡ്രൈവ്. റോഡിന് ഇരുവശവും നിറഞ്ഞ പച്ചപ്പ്. മുതുമല ഇന്ത്യയിലെ ആദ്യത്തേതായ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. തെപ്പക്കാടാണ് മുതുമല ടൈഗർ റിസർവിന്റെ ഓഫീസ്. അവിടെ നിന്ന് വലത്തോട്ട് ഊട്ടി റോഡിലൂടെയുള്ള ഡ്രൈവാണ് മസിനഗുഡിയിലേക്ക് എത്തിക്കുക. ഊട്ടിയിലേക്കുള്ള കല്ലട്ടി ചുരത്തിന്റെ താഴ്വാരമാണ് മസിനഗുഡി. ടൈഗർ റിസർവിന്റെ ഉള്ളിലാണ് മസിനഗുഡി ഗ്രാമം. ദൂരക്കാഴ്ച നൽകുന്ന തുറന്ന കാട്ടിൽ ആനക്കൂട്ടം മേയുന്നതും മാനുകൾ വന്ന് ആശങ്കയോടെ എത്തി നോക്കുന്നതും ഡ്രൈവിനിടയിൽ കാണാം. കാടിനോട് ചേർന്ന് താമസിക്കാൻ മസിനഗുഡിയോളം രസമുള്ള ഗ്രാമം വേറെയില്ല. എവിടെ തിരിഞ്ഞാലും കാടാണ്. മസിനഗുഡി കവലയിൽ നിന്ന് 3 വഴികളിലൂടെ നിങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കാം. നേരെ പോയാൽ കല്ലട്ടി ചുരം കയറി ഊട്ടിയിലേക്ക് വെറും 30 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വലത്തോട്ട് തിരിയുമ്പോൾ സിംഗാര റൂട്ടാണ്. പൈക്കര സിംഗാര ജലവൈദ്യുത പദ്ധതിയിലേക്കാണ് ആ റോഡ് എത്തുക. മസിനഗുഡിയിൽ നിന്ന് ഇടത്തോട്ടുള്ളതാണ് മോയാർ റോഡ്. പക്ഷികളെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ വഴിയിലാണ്. കാറിന്റെ വിൻഡോ തുറന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ അവയുടെ കൂജനങ്ങൾ ആസ്വദിക്കാം. 260 പക്ഷി സ്പീഷീസ് മുതുമല കാടുകളിലുണ്ട്. ഈ വനഗ്രാമത്തിൽ നിന്ന് രാവിലെ ഏത് വഴിയിലേക്കും ഡ്രൈവ് ചെയ്താലും മൃഗങ്ങളെ കാണാനാകും. 100 കണക്കിന് മാനുകളും അവയ്ക്കിടയിൽ മ്ലാവുകളും മയിലുകളും ഇര തേടുന്നുണ്ടാകും. റോഡിൽ ആനപ്പിണ്ടങ്ങൾ പലയിടത്തും കാണാം. ആനകളും മാനുകളും സാധാരണ കാഴ്ചയാണ് മസിനഗുഡിയിൽ. രാത്രിയിൽ കാട്ടുപോത്തുകൾ റോഡിനരികിൽ വിശ്രമിക്കാനിരിക്കുന്നുണ്ടാകും. യാത്രയിൽ ഒരിടത്തും വാഹനം നിർത്താനോ ഇറങ്ങാനോ പാടില്ല. കടുവയും പുലിയും വാഴുന്ന കാടാണിത് എന്ന് ഓർമ്മ വേണം. മസിനഗുഡിയിൽ രാത്രി താമസ സൗകര്യത്തിന് പുറത്തേക്കിറങ്ങുന്നതും അപകടമാണ്. താമസിക്കാൻ മുതുമല ടൈഗർ റിസർവിലെ റെസ്റ്റ് ഹൗസുകൾ ബുക്ക് ചെയ്യാം. മുതുമല ടൈഗർ റിസർവ്.com എന്ന വെബ്സൈറ്റിലൂടെയാണ് ബുക്ക് ചെയ്യേണ്ടത്. മസിനഗുഡിയിൽ സാധാരണ മുറികളും റിസോർട്ടുകളുമുണ്ട്. തെപ്പക്കാട് മുതുമല കടുവാ സങ്കേതം ഓഫീസിൽ നിന്ന് വൈൽഡ് ലൈഫ് സഫാരിക്കായി ജീപ്പും ബസ്സും ബുക്ക് ചെയ്യാം. കാടിനുള്ളിലേക്കുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സഫാരി അതുല്യ അനുഭവമായിരിക്കും. മസിനഗുഡിയിൽ നിന്ന് തെപ്പക്കാട്ടിലേക്ക് 7.7 കിലോമീറ്റർ ദൂരമാണ്. ഈ കാട്ടുവഴിയിലും മൃഗങ്ങൾ ദർശനം നൽകും. രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ സങ്കേതത്തിനുള്ളിലൂടെ ട്രാഫിക് ഇല്ല. മഴ പെയ്ത ശേഷമുള്ള മാസങ്ങളിൽ മസിനഗുഡി പച്ച പുതപ്പണിഞ്ഞു നിൽക്കും. അപ്പോഴാണ് കാഴ്ചയ്ക്ക് കൂടുതൽ രസം. വലിയ തണുപ്പില്ലാത്ത കാലാവസ്ഥയാണ് മസിനഗുഡിയിൽ. അതുകൊണ്ട് ഏത് വിഭാഗക്കാർക്കും കാട് ആസ്വദിക്കാൻ മസിനഗുഡിയിലേക്ക് യാത്ര ചെയ്യാം. വനഗ്രാമത്തിൽ താമസിക്കാം. റൂട്ട്: കേരള ഭാഗത്ത് നിന്ന് നിലമ്പൂർ, ഗൂഡല്ലൂർ, തെപ്പക്കാട്, മസിനഗുഡി 72 കിലോമീറ്റർ. കോഴിക്കോട്, കൽപ്പറ്റ, മേപ്പാടി, ദേവാല, ഗൂഡല്ലൂർ, തെപ്പക്കാട്, മസിനഗുഡി 160 കിലോമീറ്റർ. മൈസൂരു ഭാഗത്ത് നിന്ന് മൈസൂരു, ഗുണ്ടൽപേട്ട്, ബന്ദിപ്പുര കടുവാ സങ്കേതം, തെപ്പക്കാട്, മസിനഗുഡി 96 കിലോമീറ്റർ.